നല്ലൊരു എൻ്റർടൈനറാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു പടം മലയാളത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിലൊരു കോമഡി ഹൊറർ ആ ജോണ്ടർ മലയാളത്തിൽ ആദ്യമായിട്ടാവും. റൊമാൻസ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു. ഐശ്വര്യലക്ഷ്മി താർത്തുണ്ട്, ഐശ്വര്യലക്ഷ്മി ആറാടി എന്ന് പറയാം. പുതിയൊരു പെയറിംഗ് ആണ്. ഷറഫുദ്ദീൻ ഒരു വേഴ്സറ്റൈൽ ആക്ടറെ മാറുകയാണ്. കോമഡി മാത്രമല്ല എന്തും ചെയ്യാൻ പറ്റുന്ന തെളിയിക്കുകയാണ്. പിന്നെ സ്ക്രിപ്റ്റ് നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, എല്ലാം കൊണ്ട് നല്ലത് എൻ്റർടൈനർ. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി കാണണം. OTT കാണാൻ നിൽക്കരുത്, തിയേറ്ററിൽ പോയി കാണണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻ്റർടൈനറാണ്. കോമഡി ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. പലരും കമ്പൈൻ ചെയ്ത ജോണ്ടറാണ്. ഒരു കോമഡി ഹൊറർ മൂവിയിൽ നമ്മൾ ഹിന്ദി പടങ്ങളിലൊക്കെ ഭൂലിഫലിയൊക്കെ കണ്ട പോലെ അങ്ങനെ ഒരു സീനുള്ള പടമുള്ളവർക്ക് ഫീൽ ചെയ്യും കേട്ടോ. ലാഗൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കോമഡിയൊക്കെ നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല ഫ്രെയിമൊക്കെ നല്ല ഉഗ്രനായിട്ടുണ്ട്, കുഴപ്പമില്ല. ഷർഫ് നല്ലതായിട്ടുണ്ട്. ജെയ്ക്സിൻ്റെ മ്യൂസിക് ഒക്കെ കിടലായിട്ടുണ്ട്. എല്ലാവരും കുഴപ്പമില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ വൺ ടൈം വാച്ച് നല്ലൊരു പടം, ഒരു ഹൊറർ കോമഡി വരുന്ന പടമാണത്. ഇപ്പം ഐശ്വര്യലക്ഷ്മിയുടെ കുറേ നാൾക്ക് ശേഷമുള്ളൊരു തിരിച്ചുവരവാണ് പടം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പുള്ളിക്കാരിക്ക് കൊടുത്തിരിക്കുന്ന റോളിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷറഫുദ്ദീനുണ്ട്, ജഗദീഷുണ്ട്, ബിന്ദു പണിക്കരുടെ വെറൈറ്റി റോളുണ്ട്. അതിൻ്റെ പടത്തിന് സ്റ്റാർട്ടിങ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടായിരുന്നു. അതിൻ്റെ സൗണ്ട് എഫക്റ്റ്, BGMs എല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കോമഡി ഇടയ്ക്ക് വരുമ്പോൾ ചില ഇത് വർക്കാവുന്നുണ്ട്, ചിലത് കട്ടായി പോകുന്നുണ്ട്. പക്ഷേ ഈ ഹൊററിൻ്റെ ടച്ച് വരുന്നൊക്കെ ഒരു ഹോളിവുഡ് ലെവലിൽ അവർ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ചുകൾ മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഉറപ്പുഴപ്പില്ല, കോമഡി സെറ്റപ്പ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളി, സൂപ്പറായി. ഹൊറർ കോമഡി മൂവിയാണ്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഷർഫിക്കാണെങ്കിലും ഐശ്വര്യലക്ഷ്മിയൊക്കെ ആണെങ്കിലും ഭയങ്കര ഇത്ര നാൾ കാണാത്തൊരു അടിപൊളി ക്യാരക്ടർ. ഫാമിലിക്ക് എൻജോയ് ചെയ്യാം. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര രസമുള്ള പടമാണ്. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ്, അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും ചിരിക്കാനുണ്ട്. ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ കണ്ടിറങ്ങി എല്ലാവരും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും. അതെ ഫാമിലി കുട്ടികളുടെ ഒരു ഇതാണ് അല്ലേ, എല്ലാവർക്കും വർക്കൗട്ട്. താങ്ക് യു. ഫസ്റ്റ് ഷോ അല്ലേ, ഫസ്റ്റ് ഷോയിൽ നമ്മുടെ ക്രൂ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി പ്രോപ്പറായിട്ട് ആരും അറിയേണ്ട ഒരു ഷോ കൂടെ ഓഡിയൻസിൻ്റെ കൂടെ കാണണം. ഈ ഷോയിൽ ഭയങ്കര റെസ്പോൺസ് ആണ്. വെരി ഹാപ്പി, വെരി ഗുഡ്. പിന്നെ ചെറുതായിട്ട് ബാക്കി ഓഡിയൻസ് പറയട്ടെ, ഞാനല്ലല്ലോ പറയട്ടെ. ഇത് ഞാൻ അഭിനയിച്ച സിനിമയല്ലേ, ഞാൻ തന്നെ അടിപൊളിയാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു പ്രഷർ? ഒരു ആദ്യത്തെ 10 മിനിറ്റിന് ശേഷം ചിരിക്കാനായിട്ട് നിർത്താതെ ചിരിക്കേണ്ട ഒരുപാട് എലമെന്റ്സ് ഉണ്ടായിരുന്നു. പ്രഷർ കൈയടിച്ച് ചിരിക്കുന്നു. എനിക്ക് എന്താ ഫീൽ ചെയ്തത്? റിസൾട്ട് കിട്ടിയെന്നൊരു ഇത് കിട്ടിയോ? ഇത് ഫസ്റ്റ് ഷോ അല്ലേ. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരു 2-3 ദിവസം ഓഡിയൻസ് എല്ലാവരും വരട്ടെ, എന്നിട്ട് പല ആളുകളും ഫാമിലി ഓഡിയൻസിന് വർക്കാവുന്ന ഒരു പടമാണെന്നാണല്ലോ പല ആളുകളും പറഞ്ഞത്. സന്തോഷം. നിങ്ങളാണ് ഇപ്പൊ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് വർക്കാവുന്നുണ്ടെന്ന്. സോറി, അമ്മയുടെ ഒരു സ്നേഹം അതാണ് ശരിക്കും ഇതിൽ കൂടുതലായിട്ട് കാണിച്ചത്. സുജാത ചേച്ചി പാടിയൊരു പാട്ടുണ്ട്. അത് ഇത് റെക്കോർഡിങ് കഴിഞ്ഞ ദിവസം പോലെ ഞാൻ നിർത്താണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ഫീലാണ് ആ പാട്ടും ആ വിഷ്വൽസും. താങ്ക് യു. പ്രായം അതാണ്. 5 വയസ്സിന് മുകളിലേക്ക് ആർക്ക് വേണമെങ്കിലും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. എനിക്ക് താങ്ക് യു. എനിക്കൊന്ന് കണ്ട് അറിയുന്നതായിരിക്കും ബെറ്റർ. മമ്മി 2-നുള്ള ലിങ്ക് ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അതെന്തായാലും ആക്ച്വലി നിങ്ങൾ കണ്ടോ സിനിമ? കണ്ടോ? നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോ? സെയിം.